നമസ്തേ പ്രിയമിത്രങ്ങളെ, 2026 രോഹിണി, മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രജാതർക്ക് എപ്രകാരമുള്ളതായിരിക്കും എന്നത് ലളിതമായി നമ്മൾക്കൊന്ന് അറിയുവാനുള്ള ഒരു എളിയ ശ്രമമാണ്. ഈ നക്ഷത്രജാതരിൽ ആദ്യം സൂചിപ്പിച്ച രോഹിണി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം 2026 അവരെ വളരെ ഗുണങ്ങൾക്ക് കാരണമായി തീരുന്നതാണ്. ജോലിയിലുള്ള കയറ്റം, ധനലാഭം, കുടുംബത്തിൽ ശാന്തി, സമാധാനം ഇത്യാദികൾ അവർക്കായി 2026 പ്രദാനം ചെയ്യുന്നതായി കാണപ്പെടുന്നു. എന്നാൽ ഇടയ്ക്ക് ചില ദൂരദേശവാസവും സുഹൃത്തുക്കളുടെ, പ്രിയപ്പെട്ടവരുടെ ദേഹവിയോഗവും കാണേണ്ടതായി വരും എന്നുള്ള സൂചനയും 2026 രോഹിണി നക്ഷത്രജാതർക്കായി നൽകുന്നുണ്ട്. കർഷകർക്ക് ചെറിയ രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർ, ഊഹ കച്ചവട രംഗത്ത് വർത്തിക്കുന്നവർ ഇത്യാദി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു പരിധിവരെയുള്ള വിജയം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് കാണപ്പെടുന്നു. പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും സ്ഥാവര ജംഗമങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കുവാനുമുള്ള സാധ്യത ഈ നാളുകാർക്ക് 2026 പ്രദാനം ചെയ്യുന്നതായി കാണപ്പെടുന്നു. ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതിനും സമയബന്ധിതമായി ഐശ്വര്യം അനുഭവിക്കുന്നതിനും ശ്രീകൃഷ്ണനെ ഒന്ന് ഭജിക്കുന്നത് നന്നായിരിക്കും. ഭഗവാന്റെ നാളുകൂടിയാണല്ലോ. അപ്പം അതുകൊണ്ട് ശ്രീകൃഷ്ണ കൃപ കൂടി ഉണ്ടെങ്കിൽ ചെറിയ തടസ്സങ്ങൾ മാറുകയും ചെയ്യും. എത്തുന്ന ഭാഗ്യം അണമുറിയാതെ കൃത്യമായി തന്നെ നമ്മിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് രോഹിണി നക്ഷത്രജാതർ ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നത് വളരെ ഉത്തമമായി കാണുന്നു. ഇനിയും നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് മകയിരം നക്ഷത്ര ജാതർക്ക് 2026 ഏത് രീതിയിലാണ് പ്രാവർത്തികമാകുന്നത് എന്നതാണ്. മകയിരം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം 2026 ഗുണദോഷ സമ്മിശ്രമാണ്.